ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ടൊയോട്ടോ FJ വന്നു. അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു മിസ്തുബിഷിൻ്റെ കൊട്ടവണ്ടി വന്നു. അതിൻ്റെ ഓയിൽ വലിച്ചെടുക്കുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായയൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൊയോട്ടോ ഹില്ലക്സ് വന്നത്. അത്യാവശ്യം ഓയിൽ ഫിൽറ്റർ അയക്കാൻ ലേശം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ലോങ് റാഡ് ഇട്ടിട്ട് തന്നെ അയക്കണം. അത് ലേശം ടൈറ്റും ഉണ്ടായിരുന്നു അയക്കാൻ. പിന്നെ നേരെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് ഫിൽറ്റർ അയച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം കച്ചറയായിരുന്നു എയർ ഫിൽറ്ററിൻ്റെ ഭാഗം. അപ്പോൾ അതൊക്കെ എയർ അടിച്ച് ക്ലീനാക്കി കൊടുക്കി. പിന്നെ ഓയിൽ ഫിൽറ്റർ പുതിയത് ടൊയോട്ടോൻ്റെ ഓയിൽ ഫിൽറ്റർ തന്നെ ഇട്ടത്. അത് D2 എന്ന് പറയും ലാസ്റ്റ് നമ്പർ. അതും ഫിറ്റ് ചെയ്തു. ഓയിൽ 6 ലിറ്റർ ഓയിൽ വേണം. അപ്പോൾ അത് സിൽവർ 7000 കിലോമീറ്ററുള്ള ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ഒരു 6000 കിലോമീറ്റർ ആകുമ്പോഴത്തേന് എന്തായാലും അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ വർക്കും കഴിഞ്ഞു, ആ വണ്ടിയും പോയി. അടുത്തൊരു വർക്കിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം പൊതുവേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, വർക്ക് കമ്മിയാണ്, നല്ല ചൂടുമുണ്ട്. അടുത്തൊരു ടൊയോട്ടോൻ്റെ തന്നെ ഒരു വണ്ടി വന്നത് ഓയിലൊക്കെ ചോർത്ത് നേരെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് എയർ ഫിൽറ്റർ അയച്ചു നോക്കിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ നേരെ അടിഭാഗത്തേക്ക് ചെന്നു ഓയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ. അപ്പം നേരെ ഈ മുകളിൽ കാണുന്ന ബ്ലാക്കാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ സെക്ഷൻ. അപ്പം അതിനുള്ളിലാണ് ഓയിൽ ഫിൽറ്റർ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഓയിൽ മാറ്റി കഴിഞ്ഞപ്പം ഗിയർ ഓയിലിൻ്റെ കുറവും കൂടി ഉണ്ട്. അങ്ങനെ ആ വർക്കും കഴിഞ്ഞു. അപ്പം നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോയി അവിടെ നിന്നൊരു വെള്ളം എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ.